ആനവാരിയും പൊൻകുരിശും എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1953. ആനവാരിയും പൊൻകുരിശും എന്ന നോവൽ 1953 പ്രസിദ്ധീകരിച്ചത്. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1959. 1959 പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1965. 1965 മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1977. 1977 ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ചത്. ശബ്ദങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1947. ശബ്ദങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് 1947. അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1983. 1983 ബഷീറിന്റെ അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ചത്. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1953. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് 1953. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1954. 1954 വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ചത്. നീല വെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1964. 1964 നീല വെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ചത്. ബഷീർ കഥാബീജം എന്ന നാടകത്തിന്റെ തിരക്കഥ എഴുതിയ വർഷം? ഉത്തരം 1945. 1945 ബഷീർ കഥാബീജം എന്ന നാടകത്തിന്റെ തിരക്കഥ എഴുതിയത്. ബഷീർ ജന്മദിനം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1945. 1945 ബഷീർ ജന്മദിനം എന്ന ചെറുകഥ പ്രസിദ്ധീകരിക്കുന്നത്. ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1946. 1946 ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ ബഷീർ പ്രസിദ്ധീകരിക്കുന്നത്. നിമിഷം എന്ന ലേഖനങ്ങൾ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1945. 1945 അനർഘ നിമിഷം എന്ന ലേഖനങ്ങൾ ബഷീർ പ്രസിദ്ധീകരിക്കുന്നത്. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1946. 1946 വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ചത്. മരണത്തിന്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. 1951 മരണത്തിന്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. 1951 മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1954.
1954 ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്? വിശപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1954. വിശപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ചത് 1954 താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1968. 1968 താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1968. 1968 മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. നേരും നുണയും എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1969. ബഷീറിന്റെ നേരും നുണയും എന്ന കൃതി 1969 പ്രസിദ്ധീകരിച്ചത്. ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1973. 1973 ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ ബഷീർ പ്രസിദ്ധീകരിക്കുന്നത്. ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1975. 1975 ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിക്കുന്നത്. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ 1991 പ്രസിദ്ധീകരിക്കുന്നത്. ശെങ്കര് മുങ്കൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. ശെങ്കര് മുങ്കൻ എന്ന ചെറുകഥ 1991 പ്രസിദ്ധീകരിക്കുന്നത്. ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1992. ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ചത് 1992. യാ ഇലാഹി എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1997. യാ ഇലാഹി എന്ന കൃതി 1997 പ്രസിദ്ധീകരിച്ചത്. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1987. 1987 ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിക്കുന്നത്. ബഷീറിന്റെ മകൾ ഷാഹിനയ്ക്ക് കളിക്കാൻ കിട്ടിയ പൂച്ചക്കുട്ടിയാണ് കൈസുക്കുട്ടി. ഈ പൂച്ചക്കുട്ടിയെ മുഖ്യ കഥാപാത്രമാക്കി ബഷീർ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ പൂച്ചയെ കാണാൻ ധാരാളം പേർ ബഷീറിന്റെ വസതിയിലെത്തി. ഏതാണ് ആ കൃതി? ഉത്തരം മാന്ത്രിക പൂച്ച. ബഷീറിന്റെ മകൾ ഷാഹിനയ്ക്ക് കളിക്കാൻ കിട്ടിയ പൂച്ചക്കുട്ടിയായ കൈസുക്കുട്ടിയെ ആധാരമാക്കി ബഷീർ പുസ്തകം രചിച്ചു. മാന്ത്രിക പൂച്ച എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ പൂച്ചയെ കാണാൻ വേണ്ടി ധാരാളം പേർ ബഷീറിന്റെ വീട്ടിലെത്തുകയുണ്ടായി. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമാണ് ഇത്. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം റൊണാൾഡ് ഇ ആഷർ. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമായിരുന്നു. റൊണാൾഡ് ഇ ആഷർ ആയിരുന്നു ഈ പുസ്തകം രചിച്ചത്. ഈ മനുഷ്യൻ എനിക്ക് ആരാണ്? എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല. ബഷീറിൻ സാഹിത്യത്തിന്റെ ചുവട് പിടിച്ച് ഒന്നും ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നിട്ടും ഈ മനുഷ്യൻ എൻ്റെ ഹൃദയത്തിൽ ഒരു കലാപുരുഷനെ പോലെ വളർന്നു നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്?
ഉത്തരം MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ ബഷീറിനെ കുറിച്ചുള്ള വാക്കുകളാണ്: ഈ മനുഷ്യൻ എനിക്കാരാണ്, എന്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല. ബഷീറിൻ സാഹിത്യത്തിന്റെ ചുവട് പിടിച്ച് ഒന്നും ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നിട്ടും ഈ മനുഷ്യൻ എന്റെ ഹൃദയത്തിൽ കലാപുരുഷനെ പോലെ വളർന്നു നിറഞ്ഞു നിൽക്കുന്നു. ഇനി അങ്ങോട്ട് ഒരു 2000 വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗരഭ്യം, അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ? ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ബഷീറിന്റെ വാക്കുകളാണ്: ഇനി അങ്ങോട്ട് ഒരു 2000 വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗരഭ്യം, അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ? ഒരിടത്തൊരു സുൽത്താൻ ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യ കൃതി ആണിത്. ഇത് എഴുതിയ പ്രശസ്ത ബാലസാഹിത്യകാരൻ ആരാണ്? ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. ഒരിടത്തൊരു സുൽത്താൻ എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് കിളിരൂർ രാധാകൃഷ്ണനാണ്. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിലാണ്. ഈ മരം ഞാൻ നട്ടുനനച്ച് പിടിപ്പിച്ചതാണ്. ഇതിന്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം മാംഗോസ്റ്റീൻ. ബഷീർ നട്ടു വളർത്തിയ മാംഗോസ്റ്റീൻ മരത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്: ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിലാണ്. ഈ മരം ഞാൻ നട്ടു നനച്ച് പിടിപ്പിച്ചതാണ്. ഇതിന്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. പ്രേമലേഖനത്തിലെ കേശവൻ നായരും സാറാമ്മയും തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ പേരിടാൻ നിശ്ചയിക്കുന്നു. ഡങ്ക ഡിങ്ക ഹോ, ചെപ്ലോസ്കി, ചെമ്മീൻ കണ്ണൻ, കുൾട്ടപ്പൻ ഈ പേരുകൾ എഴുതി നെറുക്കിട്ടു. നെറുക്കിൽ അവർക്ക് കിട്ടിയ പേരുകൾ ചേർത്ത് അവർ ഒരു സ്റ്റൈലൻ പേരും ഇട്ടു. കേശവൻ നായർക്ക് കിട്ടിയ നെറുക്കിൽ എഴുതിയ പേര് എന്തായിരുന്നു? ഉത്തരം മിഠായി.